എന്തൊക്കെയുണ്ട് വിശേഷം രമ്യ? സുഖായിരിക്കുന്ന? ആ കുഴപ്പമില്ല. അല്ല എന്ത് പറ്റി? എന്താ പ്രത്യേകിച്ച് വന്നേ? അല്ല, അവൻ അവനെ കണ്ടിട്ട് കുറേ ആയി, 6-7 മാസമായി എന്നെ അച്ഛനെ ഒന്ന് കാണാൻ അങ്ങോട്ട് വന്നിട്ട്. വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. എപ്പോഴേലും വിളിച്ചാലും നീയല്ലേ ഫോൺ എടുക്കാറുള്ളൂ. അവന്റെ സൗണ്ട് പോലും കേട്ടിട്ട് എത്ര ആളായി. അപ്പൊ അവനെ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നേ. ഓ, കാണണമെങ്കിൽ വല്ല വീഡിയോ കോൾ ചെയ്താ പോരെ? ഇതിനൊക്കെ കൂടെ കൊട്ടിയെടുത്ത്. ആഹാ, അമ്മ ഇതെപ്പോഴാ വന്നേ? ഞാൻ കണ്ടില്ല. ഞാനിപ്പോ വന്നേയുള്ളടാ. നിന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നയാ. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ജോലിയുടെ ഓരോ തിരക്കൊക്കെ കാരണം അങ്ങ് ക്ഷീണിച്ചു പോയതമ്മേ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അമ്മയ്ക്ക് വെള്ളമൊന്നുമില്ല. എടി, അമ്മയ്ക്ക് വെള്ളം എടുത്തേ, അമ്മ ദാഹിച്ചു വന്നല്ലേ. ഓ, വെള്ളം കലക്കി നിങ്ങോട് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ നാരങ്ങയൊന്നുമില്ല, പിന്നെ പഞ്ചസാരയും കുറവാ. അത് കുഴപ്പമില്ലടാ മോനെ. വേണ്ട മോളെ, വേണ്ട, ദാഹിക്കുന്നില്ല എനിക്ക്. ഓ, അത്രേ നല്ല കാര്യം. അമ്മ എന്തായാലും വന്നതല്ലേ, ഒരു 2 ദിവസം എന്നിട്ട് പോയാൽ മതി അല്ലേടി? എടാ, എനിക്ക് നിന്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛൻ അവിടെ ഒറ്റയ്ക്കാവില്ലടാ. ഞാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ജോലി തിരക്കെല്ലാം കാരണം എനിക്കാണെങ്കിൽ അങ്ങോട്ട് വരാനും പറ്റുന്നില്ല. ഇത്ര നാളെ അമ്മ ഇവിടെ വന്ന് നിന്നിട്ട് ഒരു ദിവസം ഇത് നിൽക്കമ്മേ, പ്ലീസ് അമ്മേ. അല്ല, അത് പിന്നെ നിൽക്കാൻ താല്പര്യമുള്ളവരാണ് നിൽക്കും. പിന്നെ എന്തിനാ ആവശ്യമായിട്ട് ഇവിടെ നിർബന്ധിക്കരുത്? ഇനിയിപ്പോ നിന്നാൽ തന്നെ ആരെയും സൽക്കരിക്കാൻ തന്നെ കൊണ്ട് 2 ദിവസമായിട്ട് എനിക്ക് ചെറിയ തലവേദനയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ സൽക്കരിക്കാൻ തന്നെ കൊണ്ട് വയ്യ, അത്ര തന്നെ. ഞാനേ ഇച്ചിരി കിടക്കട്ടെ കേട്ടോ. പിന്നെ പോണ സമയത്തെ ആ ഗേറ്റ് ഒന്ന് അടച്ചിട്ടേക്കണം. കുറേ തെരുവ് പട്ടികൾ കിടക്കട്ടെ. എപ്പോഴാ ഈ ചാവാലി പട്ടികളൊക്കെ ഇവിടെ കയറി വരുന്നത് പറയാൻ പറ്റില്ലേ? അതൊന്ന് ഗേറ്റ് അടച്ചേക്കണം കേട്ടോ. ഞാൻ ഒന്ന് കിടക്കട്ടെ.